എന്താ കഥ? തൃശ്ശൂരിൽ കിറ്റ് വിതരണം ചെയ്ത് BJP വാർത്തയാണ്. അടുത്തത് പണം വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ്. പോലീസല്ല, പട്ടാളമല്ല, അമിത്ഷായുടെ ഫോഴ്സ് മൊത്തം വന്നാലും ഇവിടെ ഇത് നടക്കില്ല. TN പ്രതാപൻ സാർ. യെസ്, നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടേക്കാ? ഞാൻ ചോദിക്കട്ടെ, ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാൻ BJPയിൽ ആരും കൂടി ഇല്ലേ? ഇനിയിപ്പം പറയൂ, ആ വിതരണം ചെയ്തവന് മാനസികമായ അസ്വസ്ഥതയുണ്ട്, അവനൊരു മാനസിക രോഗിയാണ്, എല്ലാവരും കൂടി നല്ലവനായ ആശാൻ ആ വിതരണം ചെയ്തതോട് ക്ഷമിച്ചിരിക്കുന്നു. ഇതത്ര കാലായോടെ കഥ കേൾക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അടുത്ത വാർത്ത വന്നിന്, അതായത് ഒരുപാട് വിഷയങ്ങളാണ് ഇവര് ഈ വോട്ടിന് വേണ്ടിയിട്ട് കിറ്റ് കൊടുക്കുക, അല്ലെ വോട്ടിന് വേണ്ടി കുപ്പി ഫുൾ ബോട്ടിൽക്ക് ഹാഫ് ബോട്ടിൽ കൊടുക്കുക, അല്ലെ വോട്ടിന് വേണ്ടി പൈസ കൊടുക്കുക. കേരളത്തിലുള്ള ജനങ്ങൾ 99%, 90% പറയാം, നമുക്ക് വേണം പറയാം. അതായത് ഇതിനൊന്നും നിൽക്കൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ അവസ്ഥകളാണ്. ഓരോ മനുഷ്യനെയും അവന്റെ സാഹചര്യമാണ് അവരെ ഓരോ തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ വളരെ ദയനീയ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു കിറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ ഒരു പൈസ കിട്ടുക, മദ്യം പിന്നെ വിടുക, അത് ലഹരി, ഡ്രഗ് അഡിക്ഷനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. നോർമലായിട്ടുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ഈ ശോചനീയമായ അവസ്ഥ മുതലെടുത്തുകൊണ്ട് അതിനെ വോട്ടാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയേണ്ടത്? ഇതിന് നല്ല വേറെ വല്ല പണിക്കും പോയിക്കൂടെ സാറന്മാരെ, അല്ലേ? അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു പ്രക്രിയയാണ് ഈ ഇലക്ഷൻ. ഞാൻ പറഞ്ഞു തരുന്ന ഇലക്ഷന്റെ സുതാര്യതയെ പറ്റിയിട്ടാണ്. BJP ഇത് ചെയ്തുകൊണ്ട് BJPനെ മാത്രമല്ലേ കുറ്റം പറയുന്നത്. ഇതുപോലെ പല പരിപാടികളുണ്ട്. കോൺഗ്രസും ചില സമയത്ത് കൊടുക്കാറുണ്ട്, മറ്റു പാർട്ടികളൊക്കെ ചില സമയത്ത് സപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവര് BJPനെ പറ്റിയിട്ട് ഇത് ആദ്യമായിട്ടല്ല ഈ കേൾക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കിറ്റ് വിതരണമായാലും പൈസ വിതരണമായാലും കഴിഞ്ഞ തവണയും കേട്ടിരുന്നു, എല്ലാവർക്കും കവറിൽ അക്കൗണ്ടിലിട്ടിട്ട് പൈസ കൊടുത്തു, അല്ലെങ്കിൽ അക്കൗണ്ടിൽ GPay വഴി, ഉത്തരേന്ത്യയിലും കേട്ടില്ലേ, GPay വഴി പൈസ അയച്ചു കൊടുത്തു. അപ്പോൾ ഈ പൈസ കൊടുത്ത് ഇതൊരു ബിസിനസ് പോലെ ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 100 ലക്ഷം കോടി ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് ഇപ്പം രാഷ്ട്രീയത്തിന്റെ പോക്ക്. അപ്പം ഇവരെ BJPന്റെ കാര്യം സ്പെഷ്യലായിട്ട് പറയാനുള്ള കാരണം, ഞാൻ ചോദിക്കുന്നത്, നമ്മളെ പഴയ ബാലറ്റ് പെട്ടിയില്ലേ, എഴുതിയിടുന്ന ബാലറ്റ് പെട്ടി, അത് നമ്മൾ തിരിച്ചു കൊണ്ടേണ്ടി വരും. ഈ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മളിനി നമ്മളെ ഏറ്റവും പഴയ പുരാതനമായ രീതിയിലുള്ള വോട്ടർ ലിസ്റ്റ് ഉണ്ടല്ലോ, ലിസ്റ്റിലുള്ള പ്രിന്റ് ചെയ്ത പേപ്പറിൽ കുത്തിയിട്ട് അതിലിട്ടിട്ട് അത് നോക്കിയിട്ട് എണ്ണി എടുക്കേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ആധാർ കാർഡ് വിരലാളിയാടം പതിപ്പിച്ചിട്ട് ചെയ്യുന്ന പുതിയ ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് റേഷൻ കടയിൽ നിന്ന് ആൾക്കാർക്ക് റേഷനും അരിയും സംവിധാനം കൊടുക്കുന്നത്. ഈ അരി കൊടുക്കേണ്ടത് ആരാന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രക്രിയയായ വോട്ടെടുപ്പ്. അരി കൊടുക്കുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്നു. ഈ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്ന സോ ആൻഡ് സോ പ്രക്രിയ, ആ പ്രക്രിയക്ക് എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? ഇതിപ്പോ ഇന്നലെ പിന്നെ ഒരാൾ ചോദിക്കുന്നത് കേട്ടു. ഇനിയിപ്പോ അയാളെ പിടിച്ച് ചിലപ്പോൾ ഉള്ളിലിടും. അമ്മ ഒരു ചോദ്യം ചോദിച്ചല്ലേ. ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദനാക്കുന്ന ഈ രാഷ്ട്രീയം, ഇത് എങ്ങോട്ടേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ പോകുക? നമ്മുടെ രാജ്യം രാജഭരണത്തിലേക്കാണോ പോകുന്നത്? നമ്മൾ ബാക്കോട്ടേക്കാണോ പോകുന്നത്? എല്ലാവരും ചിന്തിക്കേണ്ട സമയമായില്ലേ? വെറുതെ പോയിട്ട് കീജയെ വിളിച്ചിട്ട്, ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല, ഞാൻ ചോദിക്കുന്ന ഒരു നിഷ്പക്ഷനായ സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന സംശയങ്ങളും ഒരു സാധാരണക്കാരന്റെ വികാരങ്ങളും ഞാൻ പ്രകടിപ്പിക്കുന്നത്. അതായത് ഈ ഇലക്ഷൻ പ്രക്രിയയിൽ ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ കിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കൊടുക്കുക, എന്നിട്ട് വോട്ട് മേടിച്ചിട്ട് അവർ വന്നിട്ട് നമ്മളെ ഭരിക്കുക, എന്നിട്ട് വന്നിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുക. ഈ വർഗീയ വിവേചനത്തിനെതിരെ നമ്മൾ പോരാടണ്ടേ? നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, തൊട്ടുകൂടായ്മക്കെതിരെയും തീണ്ടിക്കൂടായ്മക്കെതിരെയും അതുപോലെ സ്ത്രീകളുടെ മാറുമുറക്കാനുള്ള സംരക്ഷണത്തിനൊക്കെ എതിരെയുള്ള സമരങ്ങൾ നടന്നത്. ഇന്ന് അതിനേക്കാൾ നീചമായ കാര്യങ്ങളല്ലേ നടക്കുന്നത്? വർഗീകരിക്കുകയല്ലേ ചെയ്യുന്നത് ജനങ്ങളെ നമ്മൾ ഹിറ്ററിനെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്നത് കേൾക്കാറുണ്ട്. ഇവിടെ നടക്കുന്നത്
ജാതി വിവേചനല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന കാസ്റ്റിന് ഇന്ന രീതിയിൽ മാറ്റി നിർത്തുക, ഇന്ന ആൾക്കാർ ഇന്ന രീതിയിൽ മാറ്റി നിർത്തുക, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും വോട്ടിംഗ് സിസ്റ്റത്തിലേക്കുള്ള പ്രക്രിയ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക. ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഞാൻ ചോദിക്കുകയാണ്. നോർമലി നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് സിസ്റ്റം ഓക്കെ, ഡെമോക്രസി, അതിൻ്റെ പില്ലറായിട്ടുള്ള ജനങ്ങളുടെ വോട്ടിംഗ് സിസ്റ്റം ഓക്കെ, അപ്പം അതിനെ ഒന്ന് സുതാര്യമാക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമല്ലേ? ബാക്കിയുള്ള കാര്യത്തിനെല്ലാം ആധാർ കാർഡ്, അതുപോലെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം, മൊബൈൽ നമ്പറായി ലിങ്ക് ചെയ്യണം, അതിന് ചെയ്യണം, ഇത് ചെയ്യണം, മറിച്ച് ചെയ്യണം. വോട്ട് ചെയ്യാൻ മാത്രം ആരും ഒന്നും വേണ്ട, വെറുതെ ഓട്ടോമാറ്റിക് വോട്ടാകല, ആരെങ്കിലും പോയി കുത്തിക്കഴിഞ്ഞാൽ വോട്ടാകല. ഇത് സ്ക്രൂട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഒരു രാജ്യത്തിനെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഈ പ്രക്രിയ, ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് മെഷീനിൽ മെന്നാന്ന് ഒരാൾ പറയുന്നത് കേട്ടു. ഈ ആന്ധ്രാപ്രദേശിലായിട്ടും 2024 തെരഞ്ഞെടുപ്പിൽ രാത്രി 12 മണി മുതൽ രാവിലെ 7 മണി വരെ 14 ലക്ഷം വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീനിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി പ്രോസസ്സായിട്ട് ആയിപ്പോയി പോലും. മീൻസ് അങ്ങനെ ഒരു ഇത് കേട്ടു, എലിഗേഷൻ കേട്ടു. അത് സത്യമോ അല്ലെങ്കിൽ അത് ആരോപണം മാത്രമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. നമ്മളിപ്പം കാണുന്നതാണ് ഈ AI-യുടെ അതിപ്രസരം കാരണം പല മേഖലയിലും പല പ്രശ്നങ്ങളും കാണുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അൽഗോരിതമാണ്. നമ്പർ 2 ഇന്ന സ്ഥാനാർത്ഥി കുത്തിക്കാൻ അയാളിലേക്ക് പോകും. അപ്പോൾ ആ അൽഗോരിതത്തിന് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ 1, 2, 3, 4, 5, 6, 10 സ്ഥാനാർത്ഥികളിൽ ആര് എവിടെ കുത്തിയാലും ഇന്ന നമ്പർ സ്ഥാനാർത്ഥിക്ക് പോകുന്ന രീതിയിൽ അൽഗോരിതം സെറ്റാക്കാം. ആ അൽഗോരിതമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം നേടിയവർക്ക് അറിയാം അൽഗോരിതം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ എങ്ങനെയാണ് A=B=4 എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള അൽഗോരിതം എങ്ങനെ സെറ്റ് ചെയ്യുന്ന അൽഗോരിതമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം. അപ്പം അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടക്കാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഈ ഒരു വോട്ടിംഗ് മെഷീൻ സമ്പ്രദായം എടുത്ത് അറബിക്കടലിൽ എറിയാൻ എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നിട്ടിറങ്ങാത്തത്? നമ്മുടെ നാട്ടിൽ ഇത് എണ്ണാൻ ആളില്ലേ? ഇല്ലായിട്ടാണോ? ഞാൻ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് അതാണ് ചോദിക്കുന്നത്. അതായത് ഈ ഒരു വോട്ട് എണ്ണിയെടുക്കാൻ നമ്മുടെ നാട്ടിൽ പറ്റായിട്ടാണോ? അമേരിക്കയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പ് ഇന്നും നടക്കുന്നത് ബാലറ്റ് വെട്ടിയിൽ എണ്ണിയിടുന്നതാണ്. കാരണം അവർക്കറിയാം ഇതിൽ കള്ളത്തം നടത്താൻ പറ്റും. അപ്പം നമ്മൾ ഈ വിവിധ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ജനാധിപത്യത്തെ, ആ ഒരു സിസ്റ്റത്തെ ശക്തമായിട്ട് ഇനിയും ശക്തപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങളിൽ ഓർത്തഡോക്സ് ആയ രീതി തന്നെയാണ് നല്ലത്. വോട്ടെടുപ്പ് പഴയ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അടിവേര് ഉറച്ചു നിൽക്കണമെങ്കിൽ അത് അതിലേക്ക് തന്നെ മാറണം. അല്ലെങ്കിൽ ഇതിലുള്ള ഇത് ഈസി ആയിട്ട് ബ്രൈബ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് കയ്യിലെടുക്കാൻ പറ്റുന്ന ഈ വോട്ടിംഗ് മെഷീനെ ഏത് തരത്തിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് അറിയുന്ന എഞ്ചിനീയേഴ്സിന് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ വോട്ടുകൾ ഒരു തരത്തിൽ സ്ക്രൂട്ടിനി ആകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കെ ഓക്കെ, രണ്ടുമുണ്ട്. ഒന്ന് ടെക്നിക്കലായിട്ടുള്ള മാനിപ്പുലേഷൻ, 1, 2, 3. രണ്ടാമത്തത് ജനങ്ങളെ നേരിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കള്ളും ഭക്ഷണവും ഈ പറഞ്ഞ പോലെ ഒരാളുടെ ആവശ്യങ്ങളാണ്. ചിലർക്ക് ഇന്ന സാധനം വേണ്ടത്, ചിലർക്ക് വേണ്ടത് കിറ്റാണ്, ചിലർക്ക് വേണ്ടത് പൈസയാണ്. അപ്പോൾ ഇന്ന സാധനങ്ങൾ കൊടുത്ത് മനുഷ്യന്റെ ശോചനീയ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെയും സ്വാതന്ത്ര്യത്തെയും വരെ വിലക്ക് വാങ്ങുന്ന ഒരു രീതി. ഈ രീതി നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല. PM പ്രതാപൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. പ്രതാപന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലെങ്കിലും പ്രതാപൻ പറഞ്ഞ ഷായയുടെ എല്ലാ ആർമിയും എല്ലാ ഫോഴ്സും വന്നാൽ കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെതായ തനതായ ജനങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങൾ പറയാറുമുണ്ട്, ജനങ്ങളത് കാണിക്കാറുമുണ്ട് വോട്ടെടുപ്പിലൂടെ. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത പുതിയ ആൾക്കാർ പുതിയ സ്ഥാനങ്ങൾ മോഹിച്ച് ഇന്ത്യയിലെ മറ്റെല്ലായിടത്തും തങ്ങളുടെ അധികാര ഹുങ്കുണ്ടെന്ന് കാണിച്ചു അത് കേരളത്തിൽ ഞങ്ങൾ കാണിക്കുമെന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുന്നത് അത് നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, ജനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. അല്ലാതെ കിറ്റ്കാറ്റും കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവന്റെ സ്വാതന്ത്ര്യം വിലക്ക് വാങ്ങാൻ ഒരു തരത്തിലും ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും അവരവരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ
എല്ലാവരുടെയും അഭിപ്രായത്തെയും സ്വാതന്ത്ര്യത്തെയും മാനിച്ചുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ഖേദമായ റിപ്പോർട്ടാണ് ഈ വന്നിട്ടുള്ളത്. ഈ 26 കിറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഈ കിറ്റുകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കി എന്നുള്ള ഈ വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്നതും വളരെ ഖേദകരമായ ഒരു വാർത്തയാണ്. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത വാർത്ത നോക്കാം അല്ലേ?